തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ ആദ്യ സമ്മേളനം പ്രഖ്യാപിച്ച് നടൻ വിജയ്. ഒക്ടോബർ 27-ന് വിഴുപ്പുറത്താണ് സമ്മേളനം നടക്കുക. സമ്മേളനത്തിൽ പാർട്ടി നയം പ്രഖ്യാപിക്കുമെന്ന് വിജയ് അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തമിഴ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു എപ്പോഴാണ് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന്റെ ആദ്യ സമ്മേളനം ഉണ്ടാവുക എന്നത്. കാരണം ഈ കൊടി പുറത്തിറക്കുകയും ഒപ്പം തന്നെ വിജയ് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചടങ്ങിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും ഈ സമ്മേളനം ഉണ്ടാവുക എന്നായിരുന്നു വിവരം. പക്ഷേ അത് പിന്നീട് മാറ്റിവെച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. സത്യത്തിൽ ഇന്നോ നാളെയൊക്കെ ആയാണ് സമ്മേളനം നടത്താൻ ആദ്യഘട്ടത്തിൽ വിജയും തമിഴക വെട്രിക്കഴകവും ഒക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ അടുത്ത മാസം 27-ലേക്ക് സമ്മേളനം മാറ്റിവെച്ചതായി വിജയ് തന്നെ അറിയിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് സമ്മേളനം നടക്കുക. ഇത് അറിയിച്ചുകൊണ്ട് ഇറക്കിയ ഒരു കുറിപ്പിൽ പ്രധാനമായും വിജയ് പറയുന്നത് തമിഴകത്തൊരു പുതിയ രാഷ്ട്രീയ ദിശ നിർണയിക്കുന്നതിന് തന്റെ പാർട്ടി കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ താൻ തമിഴ് മകനാണ്, താൻ ഈ മണ്ണിൽ തന്നെ ഉള്ളയാളാണ്. അപ്പോൾ അതിന് പ്രത്യേകമായി തമിഴ് ജനതയുടെ ആശീർവാദം വേണം എന്നതടക്കം വിജയ് ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. തന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും നിലപാടുകളും ഒക്കെ തന്നെ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴക രാഷ്ട്രീയം ഒരു തലമുറ മാറ്റത്തിന്റെ വക്കിലാണ്. അവിടെ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏത് നിമിഷവും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ വിജയ് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ ഒരു അഭ്യൂഹങ്ങൾക്കും ഇട നൽകാതെ അല്ലെങ്കിൽ അനിശ്ചിതത്വം ഒന്നും ഉണ്ടാക്കാതെ തന്റെ പാർട്ടിയുടെ സമ്മേളനം 27-ാം തീയതി അടുത്ത മാസം നടക്കുന്നു എന്നുകൂടി അറിയിക്കുന്നു. വലിയ ഒരു ആഘോഷ ചടങ്ങാക്കി മാറ്റാൻ തന്നെയാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ തീരുമാനം. 45 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം പ്രത്യേക സുരക്ഷ ഒരുക്കിക്കൊണ്ടാകും പരിപാടി നടക്കുക. 32 നിർദ്ദേശങ്ങൾ പോലീസ് പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം. വിജയ് നേരിടുന്ന അല്ലെങ്കിൽ ഈ പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നാൽ ഇതിനൊരു സംഘടന ചുമതല നൽകാൻ വലിയ പ്രാഗൽഭ്യമുള്ളവർ, പരിചിതമായവർ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്മേളനം നടക്കുമ്പോൾ അത് കുറ്റമറ്റതാകണം എന്നുള്ളതിന്റെ ഒരു വാശി കൂടി അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യമായ ബോധ്യം കൂടി വിജയിക്കുണ്ട്. അതുകൊണ്ടാണ് അല്പം നീണ്ട 30 ദിവസത്തിലധികം ഈ സമ്മേളനം നീട്ടിവെക്കുന്നത്. അത് കൃത്യമായ ഒരു ഓർഡറിൽ കൃത്യമായ ഒരു ഓർഗനൈസിംഗ് അത് നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത മാസം 27-ലേക്ക് സമ്മേളനം മാറ്റിയിരിക്കുന്നു. എന്തായാലും ദേശീയ നേതാക്കൾ, കേരള മുഖ്യമന്ത്രി അടക്കം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ ഒക്കെയും ഈ സമ്മേളനത്തിൽ എത്തുമെന്നാണ് എന്തായാലും പറയപ്പെടുന്നത്. ഇനി ചർച്ചയാകുന്നത് ആർക്കൊക്കെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടാകും, ഏത് തരത്തിലാകും വിജയ് തന്റെ രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കുക എന്നുള്ളതിലേക്കാണ് ഇനി എല്ലാ കണ്ണുകളും. വേണു, ശരി. വിജയുടെ പാർട്ടിയുടെ ആദ്യ സമ്മേളനം അടുത്ത മാസം 27-ന്. മുഹമ്മദ് റയീസാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.